ഉഗ്രനാശം തീർത്ത് വർധ, എന്നാൽ കരുതൽ വലിയ സഹായവുമാണ്. വർധ ചുഴലിക്കൊടുങ്കാറ്റ് തമിഴ്നാട് തീരത്ത് വലിയ നാശമാണ് വിതച്ചത്. 150 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഇപ്പോൾ കാറ്റ് വീശുന്നത്. ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുത്ത നാശനഷ്ടം ഉണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വലിയ സഹായവുമായി. ചെന്നൈ വിമാനത്താവളം അടച്ചു, ഗതാഗതം തടസ്സപ്പെട്ടു, പലയിടത്തും വൈദ്യുതി വിച്ഛേദിച്ചു. നഗരം സ്തംഭിച്ച അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം. എന്നാൽ ശാസ്ത്രീയമായ മുൻകരുതലുകൾ ഒരുപക്ഷെ വലിയ സഹായവും ഈ പ്രകൃതി ദുരന്തത്തെ നേരിടാൻ മനുഷ്യനെ സഹായിച്ചു. ഒരുപക്ഷെ ഇന്ന് ചർച്ച വർധ കൊടുങ്കാറ്റിനെ കുറിച്ച് ആണ്. രാജഗോപാൽ കമ്മത്ത്, ഫക്രുദ്ദീൻ, റജി ലൂക്കോസ്, ഡോക്ടർ താര എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം കാശ്മീരിൽ മുമ്പുണ്ടായ പ്രളയത്തിൽ അകപ്പെട്ട് പിന്നീട് രക്ഷപ്പെട്ട സിനിമാ നടി കൂടിയായ അപൂർവ ബോസും നമ്മോടൊപ്പം ചേരും ചർച്ചയിൽ. ആദ്യം ശ്രീ രാജഗോപാൽ കമ്മത്തിലേക്ക്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം വേഗം പോയി വരാം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം ശ്രീ രാജഗോപാൽ കമ്മത്തിലേക്ക്. ശ്രീ കമ്മത്ത്, അതായത് വലിയ ദുരന്തമാണ് ഒരുപക്ഷെ ഉണ്ടായത്. ഒരുപക്ഷെ വലിയ ദുരന്തത്തിലേക്ക് പോകാതെ വലിയ രീതിയിലെ സംരക്ഷണം ഒരുക്കാൻ ശാസ്ത്രീയമായ മുൻകരുതലുകൾക്കുമായി ഈ ചുഴലിക്കാറ്റ് എന്നത് ഇത്തരത്തിൽ വലിയ പേമാരിയോടുകൂടി വരുന്ന ഒരു കേന്ദ്രീകൃതമായി കറങ്ങിക്കൊണ്ടിരിക്കുകയും അത് നാശനഷ്ടമുണ്ടാക്കി നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ഇതിനെ എങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി വിവരിക്കാനാകും? ട്രോപ്പിക്കൽ സൈക്ലോൺ അഥവാ ഈ ചുഴലിക്കാറ്റ്, ഉഷ്ണമേഖലയിലെ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ മേഖലയിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ചെന്നൈയെ ക്ഷീണിപ്പിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തായ്ലൻഡിന് സമീപമുള്ള സമുദ്രപ്രദേശത്താണ് ഇതിൻ്റെ ഉത്ഭവം. പ്രത്യേകിച്ച് ഇതിന് കാരണമായിട്ട് പറയുന്നത് സമുദ്രോപരിതല താപനിലയിലെ വർധനവാണ്. താപമേറിയ ജലബാഷ്പം ഉയർന്നു പൊങ്ങി ഇത്തരത്തിലുള്ള വൻ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ഇത് അവിടെ നിന്നും ഉത്ഭവിച്ച് പതിയെ ശക്തി കൂടി ആൻഡമാൻ, നമുക്കറിയാം ആൻഡമാനിൽ ശക്തമായ മഴയുണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉണ്ടായത്. അവിടെ നിന്നും പതിയെ ഏതാണ്ട് 13 മുതൽ 20 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറേക്ക് നീങ്ങിയാണ് ഇന്ന് 2 മണിയോടുകൂടി ചെന്നൈയുടെ തീരപ്രദേശത്തെത്തിയത്. സൈക്ലോൺ എന്ന് പറയുന്നത് വളരെ വലിയൊരു അന്തരീക്ഷ പ്രതിഭാസമാണ്. മേഘങ്ങൾ ഏതാണ്ട് വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെ വളരെയധികം മർദ്ദം കുറവുള്ള പ്രദേശമാണ്. സൈക്ലോണിൻ്റെ ആ വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കണ്ണുണ്ട്, ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയും. അതുപോലെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങളെ വാൾ ഓഫ് ദ സൈക്ലോൺ, പിന്നെ മെയിൻ ബോഡി ഓഫ് ദ സൈക്ലോൺ. ഈ ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത് മർദ്ദം വളരെ കുറവുള്ള ഒരു പ്രദേശമാണ്. അത് അതിൻ്റെ ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള കരപ്രദേശത്തേക്ക് കടക്കുമ്പോഴാണ് ലാൻഡ്ഫോൾ ഉണ്ടായി എന്ന് പറയുന്നത്. അതാണ് ഇന്ന് 2 മണിയോടുകൂടി നമുക്ക് ദൃശ്യമായത്. ഇന്നത്തെ സൈക്ലോണിൽ ഏതാണ്ട് 7 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴയുണ്ടാകും ചെന്നൈയിൽ എന്നാണ് കരുതിയിരുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെ ശക്തമായ മഴയുണ്ടാകുകയും അത് പിന്നീട് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും ആന്ധ്രാപ്രദേശിൻ്റെ തീരത്തേക്ക് ഇത് എത്തിച്ചേരുകയും ഗ്രാമപ്രദേശങ്ങളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പതിയെ പടിഞ്ഞാറേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യൂഹം പതിയെ പടിഞ്ഞാറേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 തരം സൈക്ലോണുകളെ നമുക്ക്, ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ 3 രീതിയിൽ പറയാറുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിനെ, ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ ചുഴലിക്കാറ്റുകളെ സൈക്ലോൺ എന്നും, അതുപോലെ അറ്റ്ലാന്റിക്കിൽ ഇത് ഹറിക്കെയിൻ എന്നും, പസഫിക്കിൽ ഇത് ടൈഫൂൺ എന്നും അറിയപ്പെടുന്നു. പിന്നെ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ വർഗീകരണത്തിൽ. തൽക്കാലം ഇങ്ങനെ നമുക്ക് കണക്കിലെടുക്കാം. ഇവയുടെ എണ്ണം ഏതാണ്ട് ഒരു വർഷത്തിൽ ഏതാണ്ട് 85-86 എണ്ണം ഈ ഭൂഗോളത്തിലാകെ ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് 20ഓളം എണ്ണം തീവ്രമായ ഘടനയുണ്ടാകുകയും വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ബേ ഓഫ് ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളെ, ബേ ഓഫ് ബംഗാളിൽ അതിൻ്റെ പ്രത്യേക ഭൂപ്രകൃതി കാരണം സൈക്ലോണുകളുടെ എണ്ണം വളരെ കൂടുതലാകുകയും തീവ്രത വളരെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിനപ്പുറത്ത് ഇതെല്ലാം ഒരു കണക്റ്റഡ് വ്യൂഹമാണ്. ജപ്പാൻ, ഫിലിപ്പൈൻസ്, ചൈന തുടങ്ങിയ ഭാഗങ്ങളെ ബാധിച്ചിരുന്ന സൈക്ലോണുകൾ ഉണ്ടായിട്ടുണ്ട്.
അതിനിപ്പുറം ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവ ട്രോപ്പിക്കൽ സൈക്ലോൺ ശക്തമായ സൈക്ലോണായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആന്ധ്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ മേഖലകളിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാകുകയും വളരെ വലിയ നാശനഷ്ടങ്ങളും ആൾനാശമൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അവയുടെ ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ, ഇപ്പോൾ സൈക്ലോൺ വാർണിംഗ് സെൻറ്റർ, ഈ സുനാമി വാർണിംഗ് സെൻറ്റർ പോലെയുള്ള ഏജൻസികളെല്ലാം വളരെ സ്തുത്യർഹമായ ഒരു സേവനം ഈ സമയത്ത് നൽകുകയും കൃത്യമായ ഒരു പ്രവചനം സാധ്യമാകുകയും അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതിന് ആ മുൻകരുതലുകൾ എടുക്കാൻ സഹായിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസികൾ, അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങൾ, സൈനിക വിഭാഗങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് നമുക്ക് ശ്ലാഘിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസികൾ, ഇപ്പോൾ ഇന്ന് 20,000-ഓളം പേരെ അവർ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിൽ 20,000-ഓളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആന്ധ്രയിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കരുതിയിരുന്നത് പോലെ അല്ല, ഇതിപ്പോൾ പടിഞ്ഞാറേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് കുറച്ച് സമയത്തിനുള്ളിൽ അടുത്ത 14-ാം തീയതി വരെ ഇതിൻ്റെ ഈ ആഘാതം തുടർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ കർണാടകയുടെ ഭാഗത്തേക്ക് കടക്കും. അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളെ ഇത് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ അറബിക്കടലിലും എമർജ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഈ അറബിക്കടലിൽ ഇത്തരത്തിൽ എമർജ് ചെയ്താൽ ഒരുപക്ഷെ കേരളം അടക്കമുള്ളതിന് ഭയപ്പെടേണ്ടതുണ്ടോ? സംശയമില്ല. ഇല്ല. കാരണം കുറച്ചുകൂടി വടക്കോട്ടായിട്ടാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചുകൂടി വടക്കോട്ടായിട്ടാണ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. പിന്നെ അതുമാത്രമല്ല, ഇത് പരിണമിച്ച് പോവുകയാണെങ്കിൽ നമുക്കറിയില്ല, ചിലപ്പോൾ ഒറീസയുടെ ഇപ്പോൾ അവർ തന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഇത് കർണാടകയുടെ ഭാഗത്തേക്ക് കടക്കും. അതിനുശേഷം ഉള്ള ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 14-ാം തീയതിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ നേരിയ ഭാഗങ്ങളായിരിക്കും മറ്റ് സമുദ്രഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുക. അതൊരു കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. മഴ ശക്തമായിട്ടുണ്ടാകും. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും കർണാടകയുടെ ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കർണാടകയിൽ നല്ല മഴയുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയും ശക്തമായ കാറ്റുമാണ്. അതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇപ്പോൾ ചെന്നൈയിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. വളരെ ശക്തമായ കാറ്റ് ഉണ്ടായി. ഇപ്പോൾ ഫ്ലഡിങ് കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെയുള്ള ശക്തമായ മഴയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജനസാന്നിധ്യമോ ഒന്നും ഈ അവസരത്തിൽ ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ 6 മണിയോടുകൂടി തന്നെ അതിൻ്റെ ഒരു സബ്സൈഡ് ചെയ്ത് അത് മറ്റു ഭാഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു റിലീഫാണ്. അടുത്ത ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടുത്തെ അവശ്യ സംവിധാനങ്ങളൊക്കെ വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ കഴിഞ്ഞ വർഷത്തെ ആ അനുഭവത്തിൽ നിന്നും വളരെയധികം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നല്ല മുൻകരുതലുകൾ ഈ സമയത്ത് എടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വെറും 2 പേർ മരിച്ചതിന് നിർഭാഗ്യകരമാണ്. പക്ഷേ 2 പേരുടെ മരണത്തിൽ ഇത് ഒതുങ്ങുകയും പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നാശം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഇത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ വരും കാലങ്ങളിൽ നമുക്ക് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് അത് തന്നെയാണ് ശ്രീ കമ്മത്ത് ചോദിക്കുന്നത്. ഒരുപക്ഷെ പണ്ടൊക്കെ ആ പ്രയോഗം, ഈ ബട്ടർഫ്ലൈ വേവ്സ്, അതായത് ഒരുപക്ഷെ ഈ ചിത്രശലഭത്തിന്റെ ചിറകുകളിൽ നിന്ന് രൂപം കൊള്ളുന്ന ചെറിയ കാറ്റ് പോലും ഒരു വലിയ ടൊർണാഡോ ആയി മാറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ഒരുപക്ഷെ ഫേക്ക് സയൻസിന്റെ രീതിയാണ്. പക്ഷെ അതിനെ ഒരു പ്രതീകമായി നമുക്ക് എടുക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. അതായത് ഇത്തരം വലിയ ചുഴലിക്കാറ്റുകളായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ രൂപപ്പെടുത്താൻ ചെറുതായി മനുഷ്യൻ ചെയ്യുന്ന ഈ ചിറകടികൾക്ക് കാരണമുണ്ട്. അതായത് പ്രകൃതി വിരുദ്ധമായ പല ഭാവങ്ങളും ഒരുപക്ഷെ ഇത്തരത്തിൽ ചൂട് കൂട്ടാൻ ആകും. ആഗോളമായ താപനില ഉയരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ശരിക്കും ഭൂമിയുടെ താപനില ഏറുന്നത് ഇത്തരത്തിലുള്ള സൈക്ലോൺസും ഹറിക്കെയിൻസും ടൈഫൂൺസും ഒക്കെ കൂടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് മനുഷ്യൻ്റെ ചെയ്തികളിൽ നിന്നുള്ള കാര്യവും തീർച്ചയായിട്ടും വരുന്നുണ്ട്. വാതകങ്ങളുടെ ഏറി വരുന്ന വാതകങ്ങളും മറ്റുമൊക്കെ ഇതിനകത്ത് ഒരു ഘടകമാകുന്നുണ്ട്. പക്ഷേ എന്നിരിക്കലും സൂര്യനാണ് ഇതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് സൂര്യനാണ്. കാരണം സൂര്യൻ്റെ താപനിലയാണ് ഭൂമിയുടെ ഊർജ്ജ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് സൂര്യൻ്റെ താപമാണ്. സൂര്യനിൽ നിന്ന് എത്തുന്ന വികിരണത്തിലെ വ്യത്യാസമാണ് നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേറ്ററിൽ സൂര്യൻ്റെ വികിരണം മൂലം ഉണ്ടാകുന്ന ഈ സമുദ്ര താപനിലയിലെ വ്യതിയാനം, അതേപോലെ തന്നെ സമുദ്ര താപനിലയിലെ വർധനവ് അതേപടി തന്നെ അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറവില്ലാതെ തന്നെ തുടർന്നതായിട്ട് ആണ് കണ്ടുവരുന്നത്. കാരണം ശൈത്യപ്രദേശത്ത് നമ്മുടെ ധ്രുവപ്രദേശങ്ങളെ തഴുകി വരുന്ന ജലപ്രവാഹങ്ങൾ ഈ ഇക്വേറ്ററിലെ ജലത്തിൻ്റെ താപം കുറയ്ക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ താപനില അതേപടി തുടരുകയാണ്. കരയും കടലും തമ്മിലുള്ള താപനിലയിൽ വലിയ വ്യത്യാസമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലാവസ്ഥ പ്രവചനീയത നമുക്ക് നേരത്തെയുള്ള കാലാവസ്ഥ പോലെ അല്ല ഈ നമുക്ക് പ്രവചനം നടത്താൻ കഴിയില്ല. പല ഘടകങ്ങൾ മാറി മറിയുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ, ചില സ്ഥലങ്ങളിൽ അതാണ് ശ്രീ കമ്മത്ത്. അതായത് അടിസ്ഥാനപരമായി നാം പറയുന്നത് പോലെ കാറ്റിന്റെ ഒരു ടെക്നോളജിയാണ് അടിസ്ഥാനപരമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ നടുക്ക് വല്ലാതെ ന്യൂനമർദ്ദമുണ്ടാവുകയും അതിനു ചുറ്റും താങ്കൾ പറഞ്ഞതുപോലെ ഐയും വാൾ ഓഫ് ദി ഐയും ഒക്കെ രൂപപ്പെടുന്നു. പക്ഷെ ഒരുപക്ഷെ ഈ ചൂട് കൂടുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ കരയിലേക്കുണ്ടാകുന്ന കാറ്റ് അടക്കം വിവരിക്കുന്നത് പോലെ ഒരുപക്ഷെ ജലത്തിൽ ഇത്തരത്തിൽ ചൂടുകൾ ആവാഹിക്കുകയും അത് പുറംതള്ളാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. ഇതാണോ ഇത്തരത്തിലൊരു വലിയ ചുഴലിയായി രൂപപ്പെടുന്നത്? കരയുടെ താപം എന്ന് പറഞ്ഞാൽ കര സായാഹ്നമാകുമ്പോഴത്തേക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി തണുക്കും. എന്നാൽ സമുദ്രഭാഗത്തിന് ഈ രീതിയിൽ തണുക്കാനായിട്ട് സാധിക്കില്ല. നമ്മളിപ്പോൾ നല്ല ശൈത്യമുള്ള ഒരു സമയത്ത് സമുദ്രജലത്തിൽ പോയി കാൽവെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അല്പം ചൂടുള്ളതായിട്ട് കാണാം. കാരണം ആ ചൂട് അതിൽ തന്നെ നിലനിൽക്കും. പക്ഷെ കര പെട്ടെന്ന് മാറിമറിയും. കരയിലെ താപം പെട്ടെന്ന് മാറിമറിയും. ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി വളരെ പെട്ടെന്ന് തന്നെ മാറിമറിയും. ഈ സമുദ്രോപരിതല താപനിലയിൽ ഇതേ രീതിയിൽ നിലനിൽക്കുന്നത് ഇതിന് ഊർജ്ജം നൽകുന്ന ഒന്നാണ്. കാരണം ജലബാഷ്പം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോയിട്ടാണ് ഇത്തരത്തിലുള്ള ഘനീഭവിച്ചിട്ടാണ് ഇതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത്. ലീനതാപം ലാറ്റന്റ് ഹീറ്റാണ് ഇതിന് ഊർജ്ജം നൽകുന്നത്. അതിൻ്റെ ഊർജ്ജത്തിൻ്റെ വലിയൊരു റിലീസാണ് ഈ ലാൻഡ് ഫോൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വലിപ്പം വെക്കില്ല. കരഭാഗത്ത് എത്തിയാൽ വലിപ്പം വെക്കില്ല. ഈ സമുദ്രഭാഗത്ത് വെച്ച് മാത്രമേ ഇത് ഇപ്പോൾ തെക്കൻ തായ്ലൻഡിലാണ് ഇതിൻ്റെ ഉത്ഭവം. തായ്ലൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് വളർന്നു വലുതായി വന്നത് സമുദ്രഭാഗങ്ങളിൽ നിന്നും വളരെ വർദ്ധിച്ച അളവിൽ ജലബാഷ്പം ലഭിച്ചതാണ്. അതിന് തീർച്ചയായിട്ടും ചൂട് കാരണമായിട്ട് വരുന്നുണ്ട്. ചൂടായിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ചൂടേൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജലബാഷ്പം മുകളിലേക്ക് വരികയും ഇത് വലിപ്പം വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ കാലയളവിൽ കഴിഞ്ഞ ഒരു ദശകമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. പണ്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ധനുഷ്കോടിയുടെ ഭാഗത്ത്, ധനുഷ്കോടി എന്ന് പറയുന്ന നഗരം ഇല്ലാതായത് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ചുഴലിക്കാറ്റിനാണ്. നേരത്തെ ബംഗ്ലാദേശിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ മരിച്ചിട്ടുണ്ട്. ഒറീസയുടെ തീരത്ത്, ആന്ധ്രാപ്രദേശിന്റെ തീരത്ത് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്. അവിടുത്തെ തീരദേശത്തുള്ളവർക്ക് ഇതൊരു സ്ഥിരം ഒരു കാര്യമാണ്. അവർ പരിചയിച്ചു വന്നിട്ടുള്ളതാണ്. താങ്കളിലേക്കെത്താം. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ വലിയ സൗന്ദര്യമുള്ള പേരുകളാണ്. നോക്കൂ, അമേരിക്കയിൽ കത്രീന, കരോൾ, മാത്യു, ഇന്ത്യയിലാകട്ടെ നിലോഫർ, നർഗീസ്, ഫൈലിൻ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകളുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ താനെ ചുഴലിക്കാറ്റ്, ഈ വാർത്ത. പക്ഷേ കേൾക്കുന്നത് പോലെ വലിയ സൗന്ദര്യമൊന്നുമല്ല, ഇത് വലിയ ഭീഷണിയാണ്. പക്ഷേ ഇവിടെ എന്താണ് രാഷ്ട്രീയമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അത്ഭുതം തോന്നാം. പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട്. രണ്ടാണത്. ഒന്ന്, പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്താത്തത് ഒരു വശത്തും, രണ്ട്, അശാസ്ത്രീയമായ പ്രകൃതിവാദവും. അങ്ങനെയുണ്ടല്ലോ. ഈ രണ്ടിനും മധ്യേ കൃത്യമായ ശാസ്ത്രീയമായ അപഗ്രഥനം ഇതിനാവശ്യമായി വരുന്നു ഈ ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ. അങ്ങനെയില്ലേ? അതിൽ അപ്പോൾ ഭരണാധികാരികളും രാഷ്ട്രീയവുമായി ബന്ധമില്ലേ അതിന്? അതെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പരിധി കൂടെ നമുക്ക് ഈ പ്രകൃതി ശക്തികളെ മരണത്തെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻഡസ് വാലി സിവിൽ, ഈ സൈന്ധവ നാഗരികത നശിച്ചത് ടെക്ടോണിക് ആക്ടിവിറ്റീസും വെള്ളപ്പൊക്കവും മൂലമാണ് എന്നാണ് വേരിയസ് തിയറീസ് പറയുന്നത്. ആര്യൻ ഇൻവേഷനൊക്കെ ഒരു സൈഡ് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ കടലിൽ മുങ്ങിപ്പോകാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, തുറമുഖത്തിന് ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ട് പകരം കൊല്ലവും കൊച്ചിയും കോഴിക്കോടും ഉണ്ടായി വരാൻ കാരണം ഈ രീതിയിലുള്ള ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ടെക്ടോണിക് ആക്ടിവിറ്റീസുമാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നടന്നോളൂ. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്നു. ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തരം പ്രശ്നം ഉണ്ടാകും. തമിഴ്നാട്ടിൽ 43-45 മറ്റാണ് ഇതിനു മുമ്പ് ഇതിലും വലിയ ഫ്ലഡ് 2015 ഫ്ലഡിൻ്റെ മുമ്പ് ഉണ്ടായത്. 50 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എത്ര വർഷത്തെ ഗ്യാപ്പാണ് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ 50 വർഷത്തെ ഗ്യാപ്പിനിടയിൽ ഉണ്ടായി. അത് ഇടയ്ക്കിടയ്ക്ക് സൈക്ലോൺസും മറ്റും ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും അന്തരീക്ഷ ഊഷ്മാവിൽ വരുന്ന മാറ്റം, ഗ്രീൻ ഹൗസ് എഫക്റ്റും ഉണ്ടാകും.
അതിൻ്റെ ഒരു സ്വാധീനം നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ആത്യന്തികമായി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ള തോന്നൽ നമുക്കുണ്ടാണ്. നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു, എന്നാൽ ഇതൊക്കെ ഇനി നമ്മളെ കയ്യിലല്ല എന്നുള്ള ഫീൽ, അതാണ് നമുക്ക് മനുഷ്യന്മാർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുക. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥ ഈ വിഷയങ്ങൾ കാണിക്കുന്നു എന്നുള്ളത്. അപ്പം പാരീസ് പ്രോട്ടോക്കോൾ വന്നിട്ടുണ്ട്, കോൺഫറൻസ് നടന്നു. അതിലത്തെ ഇപ്പം അമേരിക്കയിൽ അടുത്ത് വരാൻ പോകുന്ന പ്രസിഡന്റ് എത്രത്തോളം അതിനോട് ആത്മാർത്ഥ പുലർത്തും, എത്രത്തോളം അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ എത്രത്തോളം ഇത്തരം വിഷയങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യയും ചൈനയും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ ക്രൂഡായിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ പല മേഖലയിൽ ഉപയോഗിക്കുന്നത്. നമ്മളെ അപേക്ഷിച്ച് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നാഷൻസ് വലിയ കാലം എടുത്തുകൊണ്ട് അവർ ഡെവലപ്ഡ് ആവുകയും അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റി, ജീവിത നിലവാരം ഉയർത്താനും പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ഘടകം. രണ്ടാമത് അവർ ഒരു 80കളിൽ തൊട്ട് തന്നെ ഈ പറയുന്ന പ്രകൃതി സൗഹൃദമായിട്ടുള്ള ടെക്നോളജി വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവർ 50 വർഷം മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഒരേ സമയം നമുക്ക് ഈ അന്താരാഷ്ട്ര തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതികരിക്കേണ്ടത്. രണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുണ്ട്. ഇന്ത്യയും ചൈനയും കൂടി നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം സായിപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സായിപ്പിന് അനുകൂലമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് കൂടും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു പ്രശ്നം നമ്മൾ എത്രത്തോളം ടാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യുന്നുള്ളത് വലിയൊരു പിന്നെ പൊളിറ്റിക്കൽ പ്രശ്നമാണ്, ഫിലോസഫിക്കൽ പ്രശ്നമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സൈക്ലോൺ എന്ന് വെച്ചാൽ ഈ പനീർശെൽവത്തിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ് കൂടിയായിരുന്നു. കാരണം മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ എന്നുള്ളൊരു ഫീൽഡിൻ്റെ പുറത്ത് ആളുകൾ വലിയ പരിധി വരെ മാപ്പ് കൊടുത്തിരുന്നു. പിന്നെ അമ്മ തിരിച്ചു വരികയും ചെയ്തു അടുത്ത കഴിഞ്ഞ ഇലക്ഷനിൽ. പക്ഷേ ഈ തവണ അമ്മ എന്ന് ഒരു തെറ്റ് പറ്റിയാൽ അമ്മ എന്ന് പറഞ്ഞ ഫീലൊന്നും ഉണ്ടാവില്ല. അത് അവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ഭേദപ്പെട്ട രീതിയിൽ മുൻ അനുഭവങ്ങളെ വെളിച്ചത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് കാര്യങ്ങൾ ഡീൽ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ നാളെ എന്തുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. നാളെ ഒരുപക്ഷെ ഇത് കൈവിട്ടു പോയാൽ പനീർശെൽവത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ, പക്ഷേ ഇതുവരെയും കൈവിട്ട് പോയിട്ടില്ല. പരമാവധി അവർക്ക് സുരക്ഷകൾ ഒരുക്കാനായി മുൻകരുതലുകൾ ഒരുപക്ഷെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും മുൻകരുതലുകൾ ഒക്കെ ഉണ്ടായി. അതൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടായി, അതുകൊണ്ടുള്ള എടുത്ത മുൻകരുതലുകളുണ്ട്. ഇതുവരെ വിജയമാണ്. പക്ഷേ ഈ വെള്ളം ഇനി ഒരുപക്ഷെ കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ വലിയ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയാണ് ഒരുപക്ഷെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇനിയാണ് ഒരുപക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തെ പൊങ്കാല കഴിഞ്ഞ് വൃത്തിയാക്കുന്ന പോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്താൽ പ്രശ്നമില്ല. മറിച്ച് അവിടെയൊക്കെ ലാഗ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു പക്ഷേ. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ റജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ ഒരിക്കൽ കത്രീനെ കുറിച്ച് എഴുതിയത് ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് താങ്കൾ അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള ഒരുപക്ഷെ അവരൊക്കെ മനുഷ്യൻ എന്തും സാധിക്കും, ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെയല്ല, ഏത് പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും. കാരണം അവന് ചിന്തയുണ്ട്, ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രമുണ്ട്. അതുകൊണ്ട് എന്തും സാധിക്കും എന്ന കോൺഫിഡൻസോട് കൂടി തന്നെയാണ്. അതാണ് ഇന്ന് നമ്മൾ വർദ്ധയിൽ കണ്ടത്. ഒരുപക്ഷെ കത്രീനയുടെ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ആവാത്ത തരത്തിലുള്ള പ്രൊപ്പോർഷണലി അവരുടെ സാമ്പത്തികവും ശാസ്ത്രീയമായ അതൊക്കെ ചെന്നൈയിൽ നമുക്കായി എന്ന് വിശ്വസിക്കാറായോ? തീർച്ചയായിട്ടും അജുഷാദെ, അത് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു വൻ വിജയം തന്നെ എന്ത് പറഞ്ഞാൽ. ഇപ്പൊ ഞാനും 2 ഹരിക്കെയിൻ നേരിട്ട് അനുഭവിച്ച ആളാണ് ഫ്ലോറിഡയിൽ അമേരിക്കയിലുള്ള കാര്യത്തിൽ. 2004 ഐവാൻ എന്ന പേരിലും ഫ്രാൻസിസ് എന്ന പേരിലും വന്ന 2 ഹരിക്കെയിൻസ്. ഇത് ഹെയ്ത്തി എന്ന് പറയുന്ന നമ്മുടെ പിന്നെ കരീബിയൻ ഐലൻഡിലെ രാജ്യത്താണ് ഇതിന്റെ ഉത്ഭവം. ഇപ്പോഴും ഹെയ്ത്തിയിൽ എല്ലാ വർഷവും 2ഉം 3ഉം പിന്നെ ഹരിക്കെയിൻസ് ഉത്ഭവിക്കുന്നുണ്ട്. അത് അവിടുന്ന് യാത്ര ചെയ്ത് 10-12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഫ്ലോറിഡ അല്ലെങ്കിൽ ഹ്യൂസ്റ്റൺ പോലെയുള്ള അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങൾ ആഞ്ഞടിക്കുന്നത്. ഈ 2 ഹരിക്കെയിനും ഞാൻ ഫീൽ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമേരിക്കൻ ജനത ഇതിനോട് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അവര് കെട്ടുകളെല്ലാം പിന്നെ ചുമരുകളെല്ലാം പിന്നെ നമ്മുടെ ഈ പലക കൊണ്ട്, തടി പലകൾ കൊണ്ടെല്ലാം പൊതിഞ്ഞ് സീൽ ചെയ്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വെള്ളവും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളുമായിട്ട് അവർ ബങ്കറുകളിൽ, അതായത് അവരുടെ ബേസ്മെന്റിൽ അവർ കഴിഞ്ഞു കൂടും. പക്ഷേ പിന്നെ കത്രീനെ സംബന്ധിച്ചോളം ലോകത്തിന് മുമ്പിൽ ഇന്ന് കറുത്ത പാടായിട്ട് അവശേഷിക്കുന്ന ഒരു പിന്നെ പ്രതിഭാസമായിരുന്നു കത്രീന എന്ന് പറയുന്ന ഹരിക്കെയിൻ. അത് ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്നത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് ഏകദേശം 80 മൈൽ മാത്രം ദൂരെയുള്ള ന്യൂ ഓർലിയൻസ് സ്റ്റേറ്റിലെ കടപ്പുറത്തായിരുന്നു. ഇതുപോലെ തന്നെ ഹെയ്ത്തി നിന്നാണ് ഉത്ഭവിച്ചത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ അമേരിക്കയുടെ അഹന്ത കൊണ്ട് തങ്ങൾ എല്ലാവരും തികഞ്ഞതാണെന്നുള്ള രീതിയിൽ അവർ പ്രിക്കോഷൻ എടുത്ത് പറഞ്ഞെങ്കിലും അത് ഇത് കൃത്യമായിട്ടും ആഞ്ഞടിച്ച ആ പ്രദേശത്തെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഫ്ളാറ്റ് സമുച്ചയത്തിൽ അമേരിക്ക അന്ന് പ്രഖ്യാപിച്ചത് 25,000 പേരുടെ മരണമായിരുന്നെങ്കിലും ലക്ഷങ്ങൾ അവിടെ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുടെ ഫ്ളാറ്റുകളിൽ നിന്നും. അവിടുത്തെ ഒരു ആരോപണം വന്നത് കറമ്പൻ വംശജര് തിങ്ങിപ്പാർക്കുന്ന വൃദ്ധരായ കർമ്മന്മാരെ തിങ്ങിപ്പാർക്കുന്നിടത്ത് അമേരിക്ക കാര്യമായ രീതിയിൽ അവിടെ പ്രിക്കോഷൻസോ അല്ലെങ്കിൽ പിന്നെ അവരെ അവിടുന്ന് ഒഴിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അതൊരു കറകം തന്നെയാണ്. പക്ഷെ ചെന്നൈയെ സംബന്ധിച്ചോളം നമ്മൾ ഇനിയാണ് വായിക്കേണ്ടത്. കാരണം
ചെന്നൈയിൽ കഴിഞ്ഞ വർഷം അവിടെ പെയ്തിറങ്ങിയത് 4 ദിവസം കൊണ്ട് 24 സെന്റിമീറ്റർ മഴവെള്ളമായിരുന്നു. അപ്പൊ 3 ദിവസം കൊണ്ടാണ് ചെന്നൈ ഇത് കവർന്നു കഴിഞ്ഞത്. ഇന്നിപ്പോ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ 14 സെന്റിമീറ്റർ തമിഴ്നാട്ടിൽ വെള്ളം മഴ പെയ്തിറങ്ങി കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഭയാനകമായ വസ്തുത എന്ന് പറയുന്നത് പ്രകൃതിയിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഫ്ളാറ്റ് നിർമ്മാണങ്ങൾ, കെട്ടിടങ്ങൾ പണിയുന്നതും വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ചെന്നൈ കണ്ട ഏറ്റവും ഭയാനകമായ ഒരു ദുരന്തത്തിലേക്ക്. നമുക്കറിയാം, പല സിനിമാ താരങ്ങളും പല വമ്പൻ സ്രാവുകളും പാവപ്പെട്ട ഒരു സാധാരണക്കാരെല്ലാം പ്രകൃതിയുടെ മുമ്പിൽ നിസ്സഹായനാണെന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ഡിസംബർ ആദ്യ വാരത്തിൽ ചെന്നൈയിൽ നടന്ന കൊടും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇത്തവണ പക്ഷേ അവർ കുറച്ചുകൂടെ മുൻകൈ എടുത്തു. ഒരു ഉദാഹരണം പറയട്ടെ, ഇതിന്റെ വലിയൊരു കോൺസിക്വൻസ് ഇന്ത്യയിലുണ്ട്. അതായത് മച്ചിലിപ്പട്ടണം എന്നുള്ള സ്ഥലം 1960 ആണെന്ന് എന്റെ ഓർമ്മ. 4 കിലോമീറ്റർ ഇതുപോലെ ഒരു ടൊർണാഡോ അടിച്ചിട്ട് മച്ചിലിപ്പട്ടണം ടൗണിനോട് ചേർന്ന് തന്നെ 4 കിലോമീറ്റർ ഭൂമിയിലേക്ക് കയറി വന്നിരിക്കുന്നു കടല്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ നടക്കുന്നത്. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള കെട്ടുവാദം, എന്നാൽ വികസനത്തിന് വേണ്ടി കോടാലി വെക്കുന്ന കപട പ്രകൃതിവാദവും നമ്മളെ തിരിച്ചടിക്കും. ഇതിന്റെ എല്ലാം സമരസമായിട്ടുള്ള ഒരു മേഖലയിലുള്ള പ്രകൃതിയോടുള്ള ഒരു ഒരു കീഴടങ്ങലായിരിക്കും ഇതിന്റെയൊക്കെ ഇത്. പക്ഷെ എങ്കിലും അത്ഭുതകരമായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ തന്നെയാണ് ഹരിക്കെയിൻ. മനുഷ്യൻ ഇതിനെ തടയുന്നതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അത് പ്രകൃതിയുടെയാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക, മുൻകരുതലെടുക്കുക. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു പക്ഷേ ശ്രീ കമ്മത്ത്, അതായത് ഇത്തരത്തിലുള്ള വലിയ പ്രകൃതി ദുരിതങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഭയത്തോടുകൂടി അബദ്ധജടിലമായ വിശ്വാസങ്ങളിലേക്ക് പോയ ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുന്ന തരത്തിലേക്ക് ചിന്താപരമായി നമ്മൾ ഉയരുകയും ചെയ്തു. ആ അഹങ്കാരം കൊണ്ടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷെ അപക്വമാണ് എന്ന് കരുതരുത്. ഇത്തരം ശക്തി അല്ലെങ്കിൽ ന്യൂനമർദ്ദം ഉണ്ടാക്കുന്ന വലിയ ഒരു ആഘാതത്തിൻ്റെ ശക്തി ചുഴലിക്കാറ്റായി രൂപം കൊള്ളുന്നതിനെ എവിടെങ്കിലും ഇതിൻ്റെ ശക്തി ചോർത്തിക്കളഞ്ഞ് രക്ഷിക്കാനുള്ള ഏതെങ്കിലും വിധം മനുഷ്യൻ്റെ മുമ്പിലുണ്ടോ? ശ്രീ കമ്മത്ത്, ശ്രീ കമ്മത്ത് താങ്കളോടാണ്. തീർച്ചയായും ശ്രീ കമ്മത്തിലേക്ക് എത്താനാകുന്നില്ല. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം പോയി വരാം. ചർച്ചയിലേക്ക് ശ്രീ കമ്മത്ത്, താങ്കൾക്ക് കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. അതായത് ഇത്തരം വലിയ പ്രകൃതി ദുരന്തങ്ങളോട് പടവെട്ടുന്ന ഘട്ടത്തിൽ നാം ചിന്താപരമായി ഉയരാത്ത കാലത്ത് ഒരുപക്ഷെ പല ഭയങ്ങളും അബദ്ധജടിലമായ വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മനുഷ്യൻ അതിജീവിച്ചു എന്ന അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. ആ കോൺഫിഡൻസോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. അപക്വമാണെന്ന് കരുതരുത്. ഈ ന്യൂനമർദ്ദമുണ്ടാക്കുന്ന ശക്തി, വേറൊരർത്ഥത്തിലുള്ള ശക്തി ചോർത്തിക്കളയാൻ, അങ്ങനെ മനുഷ്യനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും സാങ്കേതികത ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? അതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഘടനയെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളിതിനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനെ ശിഥിലീകരിച്ച് കളയാൻ കഴിയുന്ന സംവിധാനങ്ങൾ പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലീകരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതായിട്ട് സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പരിണമിച്ച് വലുതായി വരുന്നതിനെ തടയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അത് ബോംബുകൾ, അതായത് വെതർ ബോംബുകൾ ഇത് തുടക്കത്തിൽ തന്നെ പ്രയോഗിച്ച് അതിനെ ശിഥിലീകരിച്ച് കളയുക എന്നുള്ളതാണ് ഒരു കാര്യം. അത് മാത്രമേ തൽക്കാലം നമുക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട്, പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ വെതർ ബോംബുകൾ ശിഥിലീകരിച്ച് പറയുക, ശ്രീ കമ്മത്ത്, വെതർ ബോംബുകൾ ശിഥിലീകരിച്ച് കളയുക എന്ന് പറയുമ്പോൾ കുറെ കൂടി സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക്, അതായത് ഇപ്പോൾ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന സ്ഥലം, സൈക്ലോൺ ഉണ്ടായി വരുന്ന ആ ഘട്ടത്തിൽ നമുക്ക് നേരത്തെ അപഗ്രഥിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് സൈക്ലോണായിട്ട് രൂപപ്പെടുമോ എന്നൊക്കെയുള്ള മോഡലിങ്ങിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള വലുതായി വരുന്ന സൈക്ലോണുകൾ അതിന് മുൻപ് തന്നെ, തുടക്കത്തിൽ തന്നെ, അതിൻ്റെ ബാല്യദശയിൽ തന്നെ അതിനെ ശിഥിലീകരിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഘടനകൾ നമുക്ക് നിർമ്മിച്ച് പ്രയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ സൈക്ലോൺ ഉണ്ടായി വരുന്ന ആ മാസിനെ നമുക്ക് ശിഥിലീകരിച്ച് കളയുക എന്നുള്ളതാണ്. ആ വെതർ ബോംബുകൾ വിമാനത്തിൽ പോയി പ്രയോഗിക്കുക വഴി അതിനെ ശിഥിലീകരിച്ച് കളയാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു മർദ്ദപ്രദേശം ശിഥിലീകരിച്ച് മാറിക്കഴിഞ്ഞാൽ
നമുക്ക് സൈക്ലോൺ രൂപപ്പെടുന്നതിനെ തടയാനായിട്ട് സാധിക്കും. പക്ഷേ അത് എത്രത്തോളം ഈ ബേ ഓഫ് ബംഗാൾ തീരപ്രദേശത്തെ ഈ ജലസ്രോതസ്സുകളെ ഏത് രീതിയിൽ അത് ബാധിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ കാലഘട്ടത്തിലാണ് ആ മേഖലയിലെല്ലാം ഉള്ള ജലസ്രോതസ്സുകൾ റീചാർജ് ചെയ്യുന്നതും കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നതുമൊക്കെ. ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഈ സമയത്ത് തന്നെയാണ്. ഇപ്പോൾ തന്നെ മഴ വളരെ ഡെഫിഷ്യൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെതർ ഇവൻറ്റ്സൊക്കെ നമ്മൾ കൈകടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ജലലഭ്യത കുറയുകയും അത് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രമായ സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഈ വെതർ ബോംബുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കൈകടത്തലോ വഴി സാധിക്കുമോ എന്നുള്ളത് പരീക്ഷിച്ച് മനസ്സിലാക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് അതേക്കുറിച്ച് അറിയാനായിട്ട് കഴിയുള്ളൂ. പരീക്ഷണം തീർച്ചയായിട്ടും നടത്താവുന്നതാണ്. പക്ഷെ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താകുമെന്ന് അത് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ചെറുകിട സൈക്ലോണുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാരണം 20ഓളം ഇൻറ്റൻസ് സൈക്ലോണുകൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഉണ്ടാകാറുണ്ട്. അവയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കാവുന്നതാണ്. പക്ഷേ ലോകരാജ്യങ്ങളിൽ എവിടെയും ഈ രീതിയിൽ തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല. അതൊരു തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് കഴിയില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഘടനകളെയെല്ലാം ഇത് മുൻനിർത്തിക്കൊണ്ട് വളരെ ശക്തമായ ഒരു ഘടന നമുക്ക് പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തണം. അതുപോലെ പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് കൃഷിയെയാണ് ശരിക്കും ബാധിക്കാൻ പോകുന്നത്. ചെന്നൈ നഗരത്തെ വളരെ ജനജീവിതത്തെ ബാധിക്കുമെങ്കിലും സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കുന്നത് കൃഷിയുള്ള ഇടങ്ങളിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഷർമെൻ കമ്മ്യൂണിറ്റി അവരെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അടുത്ത 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കും. അതുപോലെ അത് കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം നഗരപ്രദേശങ്ങളല്ല ഇനി കടന്നു പോകുന്നത്. വളരെ കുറച്ച് നഗരപ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതലും ഗ്രാമങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് ഏത് രീതിയിൽ ചെയ്യാനാകും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വ്യൂഹങ്ങളായി മാറുന്നവയെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന് മുൻപ് ആ തീവ്രത കൈവരിക്കുന്നതിന് മുമ്പ് നമുക്ക് അവയുടെ തീവ്രത കുറയ്ക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ശാസ്ത്രം മുന്നേറി വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. പക്ഷെ അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കും എന്നുള്ളത് അതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ്റെ കൈകടത്തൽ, മനുഷ്യൻ ഏതൊക്കെ സമയത്ത് പ്രകൃതിയിൽ കൈകടത്തിയിട്ടുണ്ടോ അതെല്ലാം വിനാശകരമായ ഒരു പരിണതിയിലേക്കാണ് നയിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രത്യാഘാതം ഒഴിവാക്കുന്ന രീതിയിൽ ഉള്ള മുൻകരുതലുകളാണ് ഈ സമയത്ത് നമുക്ക് എടുക്കേണ്ടത്. ഈ ബേ ഓഫ് ബംഗാളിലെ തീരപ്രദേശങ്ങൾ നിർഭാഗ്യവശാൽ ഭയങ്കരമായ വൾണറബിലിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ധനുഷ്കോടി അല്ലെങ്കിൽ രാമേശ്വരം തീരപ്രദേശം മുതൽ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാവം ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശികൾ എപ്പോഴും ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ തീരപ്രദേശത്തുള്ള ആളുകൾ, അതുമാത്രമല്ല ഒറീസയുടെ തീരപ്രദേശത്ത്, ആന്ധ്രാപ്രദേശിൻ്റെ തീരപ്രദേശം, തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെ സൈക്ലോൺ ഉണ്ടാകാറുണ്ട്. പക്ഷേ തുടർച്ചയായിട്ടുണ്ടാകുന്നത് വിശാഖപട്ടണം ആ മേഖലകളിലൊക്കെയാണ്. അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഹൗസസൊക്കെ ആയിരക്കണക്കിന് കോടിയുടെ നാശനഷ്ടങ്ങൾ സ്ഥിരമായിട്ട് വഹിക്കുന്നവയാണ്. അത് തീർച്ചയായിട്ടും ഈ സമ്പദ്ഘടനയെ, ആ സ്റ്റേറ്റിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിൻ്റെയോ സമ്പദ്ഘടനയെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലെല്ലാമുള്ള ആളുകളെ, ഇപ്പോൾ ഒറീസയിലൊക്കെ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്. ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്തരം കലാമിറ്റികൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ആ സമ്പദ്ഘടനയെ ബാധിക്കുകയും അവരെ ദശകങ്ങളിലേക്ക് പുറകോട്ടടിക്കുകയും ചെയ്യും. ഇപ്പോൾ ചെന്നൈ നഗരം തന്നെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. 12 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണിത്. ഇതിൻ്റെ മുൻകരുതലുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം പണച്ചെലവുണ്ട്, ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം. അതിനൊക്കെ തീർച്ചയായിട്ടും അത് അവിടുത്തെ ആ നഗരത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവയെ ക്ഷീണിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ നല്ല സഹായം അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനം വഴി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മറ്റ് സഹായങ്ങളാണ് ഇനി അവിടെ എത്തിക്കേണ്ടത്. തൽക്കാലം 2-3 ദിവസത്തേക്ക് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു തന്നെ ഇരിക്കും. ഇനി അടുത്തുള്ള, കാരണം ശക്തമായ മഴ 14-ാം തീയതി വരെ നമുക്ക് ആ ഭാഗത്ത് പ്രതീക്ഷിക്കാം.
അതാണ് ശ്രീ റജി ലൂക്കോസ്, ഒരുപക്ഷെ ഇത്തരം വലിയ ചുഴലിക്കാറ്റുകളൊക്കെ അമേരിക്കൻ പോലുള്ള ഒരു വലിയ സമ്പന്ന രാജ്യത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരുപാട് നേട്ടം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ നാട് എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപക്ഷെ ഇതിന് ശേഷം ഉണ്ടാകുന്ന മഴ, ആ കെടുതികളൊക്കെ അതിജീവിക്കാൻ അവർ എന്തൊക്കെ മാർഗങ്ങളായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്? ഒരുപക്ഷെ വർദ്ധയുടെ ഈ ഘട്ടത്തിൽ ചെന്നൈയെ രക്ഷിക്കാൻ അത്തരത്തിൽ ഉള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ സഹായകമാകില്ലേ? അല്ല അജിംഷാദ്, ഇതിനകത്ത് നമുക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ മുൻകരുതല് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഇതിൽ ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ജനങ്ങളിലെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ സുരക്ഷിത താവളത്തിലേക്ക് കൊണ്ടുപോകുന്നല്ലാതെ കൊണ്ട് മറ്റൊരു പ്രിക്കോഷനും ഇതിനെടുക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ കമ്മത്ത് പറഞ്ഞത് ഞാനും വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ ഇപ്പൊ ഇതിന്റെ ഐയുടെ ചുറ്റും ആ ചുറ്റൽ വളരെ വലിയ വീതിയിലോട് ചുറ്റിയാണ് ഇതിന്റെ സംഗമനം നടക്കുന്നതാണ്. ഞാനത് ഈ 2005 2004 അതിൽ ചാനലിൽ നേരിട്ട് കണ്ടിട്ടുള്ളത്, അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിൽ. അപ്പൊ അതിനെ വിസ്ഫോടനത്തിലൂടെ തകർക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചെയ്യുന്നൊരു വലിയ പാതകമാണ്. കാരണം എന്തുകൊണ്ടാണ്, നേരത്തെ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചത് തന്നെ ഇതിനൊരു വലിയ നേട്ടത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഇപ്പൊ മനുഷ്യന് സാധിക്കാവുന്നത് മനുഷ്യനെ രക്ഷപ്പെടുത്തുക, അവന്റെ സ്വത്തുക്കളെയും കെട്ടിടങ്ങളെയും കൃഷിയെയും ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷേ ഇത് നൽകുന്ന ജലസ്രോതസ് ലോകത്തിൽ എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചൈനയിൽ നമ്മുടെ ഇതും ചെന്നൈയിലെ വെള്ളപ്പൊക്കം, അത് കൂടാണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് വിശാഖപട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ വന്ന അതിഭീകരമായിട്ടുള്ള ഒരു ടൊർണാഡോ ആന്ധ്രാപ്രദേശിന്റെ കാർഷിക വിളകളെ പോലും അടുത്ത വർഷം ഗുണകരമായിട്ട് സ്വാധീനിച്ചതാണ് പറഞ്ഞത്. അപ്പൊ പ്രകൃതി തരുന്ന ചില തിരുത്തലുകളും ചില പ്രത്യേകതകളുമാണ് ഇതിനായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ ചെയ്യേണ്ടത് സംരക്ഷണം. എനിക്ക് ഒരു കാര്യം പറയാൻ അവസരം തരണം. അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എന്താ, കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാതെ കൊണ്ട് മാധ്യമങ്ങളും ജനങ്ങളും പിന്നെ അതിന്റെ പുറകെ പോവുക. അതായത് ഞാൻ കേട്ടിട്ട് നമുക്കറിയാം, ജനീവ കേന്ദ്രമായിട്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ മറവിലുള്ള ഒരു വലിയ മാഫിയുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവർ 52,000 കോടിയോളം രൂപ ഒരു വർഷം 3 രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ശ്രീലങ്ക, നമ്മുടെ നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വ്യാജാരി അവർ കോടിക്കണക്കിന് പമ്പ് ചെയ്തു. ഈ സോക്കോൾഡ് പ്രകൃതിവാദികൾ സഞ്ചി തൂക്കിൽ ഇവിടെ വന്ന് എല്ലാ വികസനത്തിനും കോടാലി വെക്കുന്നുണ്ട്. എന്നാൽ ചൈന സ്വീകരിക്കുന്ന മാർഗമാണ് ഏറ്റവും വലുത്. ചൈന ഈ കഴിഞ്ഞ 2 വർഷം സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത്, അവർ അനുഭവിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉത്പാദിപ്പിക്കുന്ന ചൈന ഇന്ന് അതിൽ നിന്നും തിരിച്ചറിഞ്ഞു അവര് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് അവർ ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർ 2020 കൂടി അതിൽ വിജയിക്കുമെന്ന് പറയുന്നത്. അമേരിക്ക 2ാം സ്ഥാനത്താണ് പൊല്യൂഷനിൽ. പക്ഷെ അമേരിക്ക പോലും ഈ കാര്യത്തിൽ വളരെ മുന്നേറിയിരിക്കുന്നു. ഓരോ ദിവസവും അവർ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവര് വൻ കുതിപ്പിലേക്ക് പോകുന്ന വികസനം. പക്ഷെ കേരളത്തിൽ കേരളത്തിൽ നിർമ്മാണ മേഖലയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രകൃതിയോട് വഞ്ചനയാണ് എന്നുള്ള അവകാശവാദത്തിൽ ചില കപട പ്രകൃതി സ്നേഹികൾ നടക്കുന്ന കോടാലികളാണ്. കേരളം വികസിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇവർ ചെയ്യേണ്ടത് എന്താ, കേരളത്തിന്റെ സുന്ദരമായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ മനോഹരമായ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആ പ്രകൃതിയുടെ പരിലാളങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വികസനത്തിനെയാണ് ഇവർ മുന്നിട്ടിറങ്ങുന്നത്. അതാണ് തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ്, ഡോക്ടർ താര കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ വലിയ അർത്ഥങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നത് മനുഷ്യൻ ശാസ്ത്രത്തിലൂടെ തിരിച്ചറിഞ്ഞു. എപ്പോൾ ഉണ്ടാകുന്നു, അത് ഏതൊക്കെ തരത്തിലേക്ക് പുരോഗമിക്കും എന്ന് നാം മുൻകൂട്ടി അറിയുന്നു. അതിനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള വലിയ കരുതലുകൾ ശാസ്ത്രീയമായി നാം ചെയ്യുന്നു. ഒരുപക്ഷെ ഇനി വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിൽ, എപ്പിഡമിക് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഇനിയാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഇനിയാണോ ഉള്ളത് ശ്രീമതി താര? തീർച്ചയായിട്ടും. ഇത് ഈ ചുഴലിക്കാറ്റ് 48 മണിക്കൂറിന് മുമ്പ് കൃത്യമായിട്ട് പ്രവചിക്കാനുള്ള സംവിധാനം ശാസ്ത്രത്തിന് ഇപ്പോൾ നിലവിലുണ്ട്. അത് ഇന്ത്യക്കുമുണ്ട്. ഇത് അറിയിപ്പ് കിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 3 ദുരന്തങ്ങളാണ്. ഒന്ന്, വളരെ ശക്തിയായിട്ടുള്ള മഴ, അതിശക്തമായ കാറ്റ്, പിന്നെ കടൽ വെള്ളം കയറി വരിക. ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും. കേരളം എന്ന് പറയുന്നത് ഒരു തീരദേശ സംസ്ഥാനമാണ്. ഈ കിഴക്കൻ തീരത്തുള്ള അത്രയും ചുഴലിക്കാറ്റുകൾ പടിഞ്ഞാറൻ തീരത്ത് കാണാറില്ല. പക്ഷേ ഇപ്പോൾ ചൂട് ക്രമാതീതമായി കൂടി വരുന്നത് കൊണ്ട് ഇനിയും വളരെയധികം കൂടുതൽ എണ്ണം ചുഴലിക്കാറ്റ് കേരളത്തിൽ സംഭവിക്കുമെന്നുള്ളത് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞ സംഗതിയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന തമിഴ്നാട് പോലെ വിശാലമായ ഒരു സംസ്ഥാനമാണ്. ഭൂപ്രകൃതി നോക്കിയാൽ തന്നെ വളരെ മെലിഞ്ഞു നീണ്ട ഒരു സംസ്ഥാനം. അതിനേക്കാൾ ഒന്ന് ആഞ്ഞടിച്ചാൽ ഇത് കേരളം പണ്ട് നമ്മൾ കടലിന്റെ അടിയിൽ നിന്ന് പൊന്തി വന്നതാണ്, പരശുരാമൻ കൊണ്ടുവന്നതാണെന്നൊരു ഒരു ഐതിഹ്യമുണ്ട്.
ഇത് നമ്മൾ സൂക്ഷിച്ച് കരുതലോടെ ഈ സംസ്ഥാനത്തെ കൊണ്ട് നടന്നില്ലെങ്കിൽ ഇത് തിരിച്ച് നമ്മൾ കടലിലേക്ക് തന്നെ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. കാരണം കടലോര പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ചുഴലിക്കാറ്റിൽ നമ്മൾ 48 മണിക്കൂറിന് മുമ്പ് അറിയിപ്പ് കിട്ടും എന്നുള്ളത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ നമുക്ക് പരമാവധി നമുക്ക് സാധിക്കും. പക്ഷേ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകുന്നത് ഈ നിമിഷം വരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. കൃഷിക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടാകുന്നത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ എപ്പിഡമിക്സ്, അതായത് സാംക്രമിക രോഗങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ഈ ഉപ്പുവെള്ളം കയറി ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ കുടിവെള്ളവും മലിനീകരിക്കപ്പെടും. പിന്നെ അല്ലാതെ തന്നെ ഉപ്പുവെള്ളം മാത്രമല്ല, കടൽ വെള്ളം കയറി വരുന്നത് കൊണ്ട് മാത്രമല്ല, ഈ ഇതെല്ലാം വെള്ളപ്പൊക്കം വരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മലിനീകരിക്കപ്പെടും എല്ലാ ജലസ്രോതസ്സുകളും. ശരിയായിട്ടുള്ള ശുദ്ധമായ കുടിവെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പ്രത്യേക പ്ലാൻ ഉണ്ടാക്കി വെക്കണം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ചർച്ച ഞാനിപ്പോൾ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് ഇത് കേരളം സുസജ്ജമാണോ എന്നുള്ളതാണോ അതോ ചെന്നൈയിൽ നടക്കുന്നതിനെ പറ്റിയുള്ള വിശകലനം? തീർച്ചയായും അവിടുത്തെ മഴ ഇവിടെയും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം എന്ത്, അതിനെ അതിജീവിക്കാൻ നാം പ്രാപ്തമാണോ, ഇതൊക്കെ ഉണ്ട്. അതിൽ പ്രാപ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാൻ ഇപ്പോൾ നിലവിലുണ്ട്. ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് അതിന്റെ കരട് രൂപം തയ്യാറാക്കി കൊടുത്തത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പ്ലാൻ, ഇപ്പോൾ നിലവിലുള്ള പ്ലാനിൽ കേരളത്തിൽ ചുഴലിക്കാറ്റ് അടിക്കില്ല എന്നാണ് ആ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളത്. അത് പുനർവിശകലനം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ശാസ്ത്രീയമായി അത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ 9 തവണ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ കാലയളവിൻ്റെ ഉള്ളിൽ 9 തവണ ചുഴലിക്കാറ്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിലാണ്. ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവൃത്തി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം ചുറ്റി അങ്ങനെ വരുന്ന കാറ്റ് മാത്രമല്ല, 97 കിലോമീറ്ററിൽ കാറ്റ് വീശുന്നത്, ശക്തിയായി കാറ്റ് വീശുന്നതും ചുഴലിക്കാറ്റിൻ്റെ ഒരു വകഭേദമാണ്. 67 കിലോമീറ്ററിൽ കാറ്റ് വീശുന്നതും ഇതിൻ്റെ ഒരു വകഭേദമാണ്. 55 കിലോമീറ്റർ തൊട്ട് അങ്ങോട്ടുള്ള കാറ്റുകളെല്ലാം ഇതിൻ്റെ പല പല ഘട്ടത്തിൽ പല പല പേരുകളിൽ നമുക്ക് വിളിക്കാൻ പറ്റും. കേന്ദ്ര സർക്കാരിൻ്റെ BMTPC എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസി പഠനം നടത്തി 2004-ലും 2007-ലും അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ 96.9% സ്ഥലത്തും ഭൂപ്രദേശത്തും 140 കിലോമീറ്റർ വരെ വേഗതയുള്ള ചുഴലിക്കാറ്റും 3.1% സ്ഥലത്ത് 118 കിലോമീറ്റർ വേഗതയുള്ള ചുഴലിക്കാറ്റും അടിക്കാൻ സാധ്യതയുണ്ട് 2007-ൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടു ചെന്നൈയിൽ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തകരാറിലാവും. ടെലിവിഷൻ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഈ സെൽഫോൺ ഒന്നും വർക്കിയില്ല. കാരണം ഈ ടവറുകളെല്ലാം താഴെ. ഒരുപക്ഷെ ഇപ്പോൾ നാം കാണുന്നതിനപ്പുറത്തേക്കുള്ള ആഘാതം നാം അറിയുന്നതിലൊരു പ്രശ്നമുണ്ട്. കൃഷി തകർന്ന നാശം നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ. ഒന്ന്, നമുക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താം, അത് ഒരു ഭാഗം. 2, നമുക്ക് നിർമ്മിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വേലികൾ, കണ്ടൽക്കാടുകൾ, ഇത് വളരെ ഫലപ്രദമായിട്ട് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടു വരുന്നതാണ്. പ്രത്യേകിച്ച് വികസ്വര രാഷ്ട്രങ്ങളിൽ കണ്ടൽക്കാടുകൾ ഒരു വലിയ പരിധിവരെ സുനാമിയെ വരെ പോലും പ്രതിരോധിച്ച ചരിത്രം തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. പിച്ചാവരം എന്ന് പറയുന്ന സ്ഥലത്ത് 0 കാഷ്വാലിറ്റി, അതായത് ഒരാൾ പോലും മരിച്ചിട്ടില്ല. കാരണം അവിടെ സുനാമി 2004 അവിടെ നല്ല സമൃദ്ധമായ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ടൽക്കാടുകൾ താഴേക്കാണ് വളരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. 2017 എത്ര ചതുരശ്ര കിലോമീറ്ററിൽ കണ്ടൽക്കാടുകൾ വയ്ക്കും, എത്ര കിലോമീറ്ററിൽ ജൈവവേലി വയ്ക്കും, എന്തെല്ലാം നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗ്, നമുക്ക് അതിന് വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ വേണം. അതാണ് ശ്രീ ഫക്രുദ്ദീൻ, അതൊരു പക്ഷേ ഇതിനുള്ളിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ വയ്യ. ഒരുപക്ഷെ ആഗോളതാപനം എന്നത് രൂപപ്പെടുത്തുന്നതിലെ ഭരണാധികാരികളുടെ അവസ്ഥ, ഒരുപക്ഷെ ചൂടാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നാം ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടെങ്കിൽ പോലും. അതൊന്ന്. നേരത്തെ പറഞ്ഞതുപോലെ
ഈ അശാസ്ത്രീയമായ പ്രകൃതിപക്ഷവാദം, തെറ്റായ പ്രകൃതിപക്ഷവാദം, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കണ്ടൽക്കാടുകൾ പോലെയുള്ളവ കൃത്യമായി ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയാണ്. ശാസ്ത്രത്തെ ആശ്രയിക്കുക എന്നതാണ് അടിസ്ഥാനം. അവിടെയാണ് ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒക്കെ രൂപപ്പെടേണ്ടത്. അയിലത്തെ വീട്ടിൽ സംഭവിച്ചു എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ. കേരളത്തിനും അതിനുള്ള ഒരു വേദിക്കുള്ള എല്ലാ ചുറ്റുവട്ടവും ഉണ്ടെന്നാണ് ശ്രീമതി താരയൊക്കെ പറഞ്ഞത്. കേരളത്തിൽ കുറച്ചുകൂടി വൾണറബിൾ ആണ്, കാരണം ചെറിയൊരു പ്രദേശമാണ്, പിന്നെ നന്നായി മഴയിട്ട പ്രദേശമാണ്, ഏറ്റവും കൂടി ഇടിമിന്നൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. നമ്മൾ ഡെയിലി സംഭവിക്കുന്നത് നമ്മളെ കാര്യമാക്കുന്നില്ല എന്ന് മാത്രമാണ്. കൂടുതൽ വൾണറബിൾ ആണ്. മാത്രമല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ പ്രിക്കോഷൻസ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരുപാട് കായലുകളും ബാക്ക്വേർഡേഴ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് സീപ്പ് പോലെയുള്ള ആംഫിബിയം വെഹിക്കിൾസ് ഉണ്ട്. ഒരേ സമയം കരയിലും കരയിലും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഓടാൻ പറ്റില്ല. ഇത്തരം വെഹിക്കിൾസ് ഒന്നും കേരളത്തിലില്ല. നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. രണ്ട്, നമ്മുടെ നാട്ടുകാർക്ക് പ്രിക്കോഷൻ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഇത്തരം മഴയും വെള്ളപ്പൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മൾ കിറ്റ് ശരിയാക്കി വെക്കണം. ഏത് സമയം വീട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ നമ്മൾ ആരും അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആകപ്പാടെ മോഡി നമുക്ക് ഏതൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഡീമോണിറ്റൈസേഷനാണ്. നാട്ടുകാർ പെട്ടെന്ന് അങ്ങ് ഷോക്കായിപ്പോയി. ഇങ്ങനെയുള്ള ഷോക്കുകൾ മോഡി അല്ലാതെ പ്രകൃതിയും പടച്ചവനും കൊണ്ടുത്തരൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇത്തരം ചർച്ചകളൊക്കെ നയിക്കും എന്നുള്ള ആശ്വാസം. ഇപ്പം അവർക്ക് ഗ്രാവിറ്റി പറയാം, ഒരു ദിവസം ഉള്ളിലെ കയ്യിലെ കാശൊന്നും അല്ലാതായിപ്പോയതിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ആ രീതിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മലയാളി കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുക്കുക. എസ്പെഷ്യലി കിറ്റൊക്കെ വീട്ടിൽ ശരിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഓരോ ജില്ലാ ഭരണകൂടങ്ങൾ സീപ്പ് പോലെയുള്ള ആംഫിബിയം വെഹിക്കിൾസ്, ഇപ്പോൾ ലണ്ടനിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഈ തോടുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംഫിബിയം വെഹിക്കിൾസ് കുറേ ഇന്ത്യയെ കൊണ്ടുവച്ചിടുക. ഹൃദയ കൊണ്ടുവച്ച് അതാണ് ശ്രീ കമ്മത്ത് താങ്കളൊക്കെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ മുൻകരുതലുകൾ ഒക്കെ ചെയ്യുന്നത് കൃത്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള മുൻകരുതലുകൾ, അതിനൊക്കെ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം കൂടേണ്ടതുണ്ട്. വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അത്തരം അബദ്ധജടിലങ്ങളിലൊക്കെ പോകാതെ കൃത്യമായി ശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? നമ്മൾ പക്വമായിട്ടുണ്ടോ? നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ അല്പമെങ്കിലും ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ആ കേരളത്തിൽ തന്നെ ഈ ഭൂപ്രകൃതിയിൽ മാറ്റം വരുന്ന പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ എന്നിരിക്കലും അത് ഫലപ്രദമായി വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വരദാനം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ എനിക്കറിയത്തില്ല, ഈ ലീഗൽ ക്വാറിയിങ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്വാറിയിങ് എന്ന് പറയുന്ന സംഭവം നശീകരണ പ്രവർത്തനമാണ്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്, സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഈ ഹൈ റേഞ്ചിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിക്കുന്നതാണ്. അതായത് പശ്ചിമഘട്ടത്തിൽ മേഘങ്ങൾ തടഞ്ഞു നിന്ന് അത് ജലമായി മാറി അത് ഒഴുകി നദിയായി വരുന്നത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ പശ്ചിമഘട്ടത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ശരിക്കും ഈർപ്പമുള്ള കാറ്റ്, ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിലൂടെ ഉയർന്നു പൊങ്ങിയാൽ മാത്രമേ ഈ രീതിയിലുള്ള കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുകയുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് നൽകുന്ന ഘടകങ്ങളായ നമ്മുടെ മലകളെയെല്ലാം നമ്മൾ ഒന്നൊന്നായി നമ്മൾ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തന്നെ ഈ നശീകരണം ചെയ്ത് നമ്മുടെ വിനാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ആദ്യം തടയേണ്ടത്. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് ആദ്യം തടയിടേണ്ടത്. അതിനുശേഷം ഈ ഭൂപ്രകൃതി വീണ്ടും പഴയ രീതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം ഇവിടെ പച്ചപ്പിൻ്റെ വർധന ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ദുരന്ത ഫലങ്ങൾ അടുത്ത ദശകങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏതാണ്ട് തമിഴ്നാടിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ താരയ്ക്ക് തന്നെ അറിയാം. ഡോക്ടർ താരയുടെ ഒരു റിസർച്ച് പേപ്പർ ഞാൻ വായിച്ചിട്ടുണ്ട്. പാലക്കാട് പ്രദേശത്തൊക്കെയുള്ള ആ ഒരു വിടവ്, അവിടെ തന്നെ എന്ത് ചൂടാണ് അവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റു പ്രദേശങ്ങളിലാകട്ടെ അവിടെ എല്ലാം നല്ല പ്രത്യേകതയുള്ള കാലാവസ്ഥയാണ്. അതെല്ലാം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് നഷ്ടമാകും. തീർച്ചയായിട്ടും കേരളം വരണ്ട സംസ്ഥാനമായി മാറും. ഒരുപക്ഷെ നിഷ്പക്ഷമായ ഒരു ചർച്ച എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പല ചോദ്യങ്ങളെയും പല അഭിപ്രായങ്ങളെയും എനിക്ക് പ്രതിനിധീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ താങ്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, അതിന് സ്പേസ് നൽകേണ്ടതുണ്ട് മറുപടിക്ക്. ആ അർത്ഥത്തിൽ ചോദിക്കുകയാണ്, അതായത് ഇത്തരത്തിലൊരു എക്സാജറേഷൻ എല്ലാ ഘട്ടത്തിനും ഇല്ലേ? എല്ലാം ചൂടുകൊണ്ടും എല്ലാം മനുഷ്യന്റെ പുരോഗതി കൊണ്ടും എല്ലാം ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ ഭാഗമായി വരുന്ന പുരോഗതി കൊണ്ടും എന്ന് വിലയിരുത്തുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? ഒന്ന്. രണ്ട്, ഇത്തരം ചൂടും ഇത്തരം ആഗോളതാപനവും ഒക്കെ ഈ നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും അനന്തരഫലമായി വരുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായി എന്തൊക്കെ കാരണങ്ങളുണ്ട്? ഒരുപക്ഷെ ഇങ്ങനെയുള്ള പുരോഗതികൾ ഉണ്ടാവാതിരുന്ന കാലഘട്ടത്തിൽ പോലും വലിയ പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളും ഉണ്ടായി ഓരോ സംസ്കാരങ്ങൾ തന്നെ ഒലിച്ചു പോയിട്ടില്ലേ? ചോദ്യമാണ്, സംശയമാണ്.
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പണ്ടുമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ്റെ വികിരണത്തിലെ മാറ്റങ്ങൾ കൊണ്ടാണ്. പക്ഷേ കേരളത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൈകടത്തൽ മൂലമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓരോ ഇടത്തും ഹീറ്റ് ഐലൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. ആ മൈക്രോ ക്ലൈമറ്റിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും നിശ്ചിത ക്ലൈമറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിലെ താപനിലയിൽ വർധനമുണ്ടാകുന്നത്, ഒരേ നഗരത്തിൽ തന്നെ പലയിടങ്ങളിൽ പല രീതിയിലുള്ള താപനില കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ആ നഗരപ്രദേശങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ധൂളീശകരങ്ങളുടെ വർധനവ്. കേരളത്തിൽ എയർ ക്വാളിറ്റി വളരെ വളരെ കുറവാണ്. ഇപ്പോൾ അതുപോലെ നമുക്ക് ഏറ്റവും നല്ല എയർ ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളാണ് പത്തനംതിട്ട പോലെയുള്ള പ്രദേശങ്ങൾ. അവിടെ ധാരാളം ക്വാറിയിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ബാധിക്കും. പക്ഷേ വളരെ വലിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, ഇപ്പോൾ ചുഴലിക്കാറ്റ് പോലെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മറ്റ് ഘടകങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂഗോളം എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് സിസ്റ്റമാണ്. ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് സിസ്റ്റമാണ്. ഒരിടത്തുണ്ടാകുന്ന ചേഞ്ച് മറ്റൊരിടത്തെ ബാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ ഊർജ്ജ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് സൂര്യൻ്റെ താപമാണ്. ആ സൂര്യൻ്റെ താപത്തിൽ കഴിഞ്ഞ 100 വർഷം, കഴിഞ്ഞ 120 വർഷം കൊണ്ട് ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വർധനവ് തീർച്ചയായിട്ടും നമ്മുടെ ഭൂഗോളത്തെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല സൂര്യൻ്റെ നിശ്ചിത പ്രവർത്തനങ്ങൾ, അതായത് സൂര്യകളങ്കങ്ങളും സൗരവാതങ്ങളും സോളാർ ഫ്ലെയർസ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു സോളാർ ഫ്ലെയറും അതോ അനുബന്ധിച്ചിട്ടുള്ള ജിയോ മാഗ്നറ്റിക് സ്റ്റോമും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരു ഘടകം കൂടിയുണ്ട്, നമ്മുടെ ചന്ദ്രൻ്റെ ഒരു സാന്നിധ്യം, ചന്ദ്രൻ്റെ സാമീപ്യവും ഈ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻ ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നുണ്ട്. ചന്ദ്രൻ ഒരു ശക്തമായ മഴയ്ക്ക് ഒരു ഹേതുവായി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജ്യോതിർഗോളത്തിലെ സാമീപ്യവും അതിൽ വരുന്ന മാറ്റങ്ങളും ഭൂമിയെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഈ സൗരയൂഥം എന്ന് പറയുന്നത് ഒരു വ്യൂഹമാണ്. സൗരയൂഥത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളും സൂര്യനും തീർച്ചയായിട്ടും ഭൂമിയുടെ കാലാവസ്ഥയെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഭൂമിയിൽ മാത്രമല്ല സൈക്ലോണുകൾ ഉണ്ടാകുന്നത്, ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലും എല്ലാം ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ജീവജാലങ്ങളൊന്നും ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഭൂമിയെ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു അവസ്ഥയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും അതാണ് തീർച്ചയായും ശ്രീ റജി ലൂക്കോസ് ആ അർത്ഥത്തിലാണ് ഒരുപക്ഷെ സമഗ്രമായി തന്നെയാണ് അതിന്റെ ശാസ്ത്രബോധത്തോടു കൂടി തന്നെയുള്ള സമഗ്രമായ വൈദഗ്ധ്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ ശ്രീ കമ്മത്ത് വിശദീകരിച്ചത്. അതായത് ഒരുപക്ഷെ പട്ടിണി കിടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് സഫിഷ്യൻ്റായ ഫുഡിലേക്ക് എത്തിയത് കൃത്യമായി ശാസ്ത്രത്തിൻ്റെയും ജനിതക മാറ്റം വരുത്തിയ വിത്തുകളുടെയും ഒക്കെ ഭാഗമായി നാം രൂപപ്പെടുത്തിയ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളെ ഒക്കെ പിന്നിലേക്കടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി പക്ഷം മാത്രമുള്ള അശാസ്ത്രീയമായ ജൈവ ചിന്തകൾ എന്ന് പറയാവുന്നവ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു രീതിയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഒഴിവാക്കാനാകാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെ ശാസ്ത്രീയമായി സമീപിക്കണം. അവിടെയാണ് പുരോഗതിയെ പോലും വളരെ ശാസ്ത്രീയമായ അരിപ്പയിലൂടെ കൊണ്ടുവരണമെന്ന് ശ്രീ കമ്മത്ത് സൂചിപ്പിക്കുന്നത്. അത് ശരിയല്ലേ? 1950 ആദ്യ പാദത്തിൽ ഗ്രോമോർ ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇവിടെ നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, പിന്നെ തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള കർഷകരെ ഇടുക്കി ജില്ലയിലേക്ക് പട്ടനാടുകളുടെ നേതൃത്വത്തിൽ അവർ കുടിയേറ്റി. അന്ന് അവർ പറഞ്ഞെന്താ വെച്ചാൽ അവിടെ ചെന്ന് സർവേ നമ്മൾ കണ്ടെത്തിയത് അന്ന് 12% മാത്രമേ വനം ഇടുക്കി ജില്ലയിലുള്ളൂ. ഇന്ന് നമ്മുടെ സർവേ തെളിഞ്ഞിരിക്കുന്നത് 32% മരമുണ്ട്. അതെങ്ങനെ വന്നിരിക്കുന്നു? കർഷകർ തങ്ങളുടെ കാർഷിക വിളകൾക്ക് വേണ്ടിയിട്ടുള്ള ഏലം, പിന്നെ കുരുമുളക് പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ മരങ്ങൾ നട്ടു വളർത്തി. സ്വാഭാവികമായിട്ട് കർഷകർ സമൂഹം എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാ. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ ഭീകരതയുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം എന്ന് പറയുന്നത് ലോകം നേരിടുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ, കേരളം നേരിടുന്ന ഒരു വലിയ ഒരു ഭീകര യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ശ്രീമതി താര, അതാണ് അത്തരത്തിലൊരു വലിയ കോൺഫ്ലിക്റ്റ് ഇതിനകത്തുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത്തരത്തിലൊരു ആശയ സംഘർഷം ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു സംഘർഷമേ ഇല്ല. ഒന്ന്, ഈ വെള്ളം, മഴ കൂടുതൽ പെയ്താൽ ആ വെള്ളം താഴ്ന്നു പോകാനുള്ള സംവിധാനം വേണം ഭൂമിയുടെ അടിയിലേക്ക്. ഇല്ലെങ്കിൽ ആ വെള്ളം എന്ത് ചെയ്യും? ഭൂമിയുടെ മുകളിൽ കൂടി ഒഴുകി കടലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകും. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളം കെട്ടി നിൽക്കും. ഇപ്പോൾ മഴ പെയ്യുന്ന മഴയ്ക്ക് താഴ്ന്നു പോകാനുള്ള സംവിധാനം ഇല്ല. കാരണം നമ്മൾ മുറ്റങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തു. ഒരു മരം നമ്മൾ മുറിച്ചു കളയുമ്പോൾ ഒരു മരത്തിന് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 96 ഇരട്ടി വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ഒരു പുൽനാമ്പ് നമ്മൾ മുറിച്ചു കളയുമ്പോൾ പോലും അത്രയും വെള്ളം നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുക്കി വിടുകയാണ്.
നമ്മുടെ നേരത്തെ ശ്രീ കമ്മത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഭൂവിനിയോഗ നയം എന്ന് പറയും നമ്മൾ കൃത്യമായിട്ട് പറയണം. അതായത് ഇത്ര സ്ഥലത്ത് മാത്രമേ നമ്മൾ കെട്ടിടങ്ങൾ വയ്ക്കുള്ളൂ, ബാക്കി സ്ഥലം നമ്മൾ ചതുപ്പ് നിലങ്ങളുമായിട്ട് പാർക്കായിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ ഭൂവിനിയോഗ നയം കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ അതിനൊരു എന്താണ് ഒരു സംഘർഷത്തിന്റെ പരിവേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതില്ലെങ്കിൽ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഈ ഭേദഗതി വരുത്തണം. അതായത് മുറ്റങ്ങൾ ഇനി കോൺക്രീറ്റ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. ഈ 2004 ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കെട്ടിട നിർമ്മാണ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 15498 എന്നുള്ളതാണ് എൻ്റെ ചട്ടത്തിന്റെ നമ്പർ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് അത് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഈ ചട്ടം നമ്മുടെ ഈ തീരദേശ ജില്ലകളിൽ നടപ്പിലാക്കാൻ നമ്മൾ നടപടി തുടങ്ങണം. തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ, അവസാനമായി 10 സെക്കൻഡ്. കേരളത്തിൽ ഈ പരിസ്ഥിതി മൗലികവാദം എന്നുള്ള ആരോപണം വരാൻ പ്രധാനപ്പെട്ട കാരണം കണ്ടൽക്കാട് നശിപ്പിക്കുന്നതിനെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടം കൃത്യമായ ശരിയായ പോരാട്ടമാണ്. അതേസമയം ദാശാണി ബിസ്ക്കറ്റിനെതിരെ നമ്മൾ സമരം ചെയ്യും. അപ്പൊ നാട്ടുകാർക്ക് കൺവിൻസിംഗ് ആവില്ല, അതാണ് പ്രശ്നം. അപ്പൊ ദാശാണി ബിസ്ക്കറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ആസിഡ് ഫാക്ടറിക്കെതിരെ സമരം ചെയ്യുകയും നമുക്ക് കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുകയും വേണം. അല്ലാതെ എല്ലാത്തിനും അങ്ങോട്ട് ഈ അതാണ് ശ്രീ കമ്മത്ത് ആദ്യമായി ദാക്ഷാണി മിഥുനം എന്ന സിനിമയെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതീകാത്മകമായി പറഞ്ഞതാണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ശ്രീ കമ്മത്ത് അവിടെയാണ് ഒരുപക്ഷെ ഒരു ഘട്ടത്തിലേക്കും പോകാതെ പ്രകൃതി തീവ്രവാദത്തിലേക്കും അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധതയിലേക്കും പോകാതെ കൃത്യമായ ശാസ്ത്രീയ മാർഗം അത് തന്നെയല്ലേ താങ്കൾ ഉപദേശിച്ചതും പറഞ്ഞു വന്നതും? 10 സെക്കൻഡ് കൊണ്ട് പ്ലീസ്. തീർച്ചയായിട്ടും അതൊരു നമുക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും ഒക്കെ നമുക്കുള്ള സൂചകങ്ങളാണ്. ഇനി വരുന്ന കാലത്ത് ഇത് വർദ്ധിച്ചു വരികയുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കണം. തീർച്ചയായും. ചർച്ച പൂർണ്ണമാകുന്നു. സമയപരിമിതി കൊണ്ട് മാത്രം ക്ഷമിക്കുക. ഭൂവിനിയോഗ നയം, ഒപ്പം പ്രകൃതിപക്ഷമായ വലിയ നയം, എന്നാൽ പ്രകൃതി തീവ്രവാദത്തിലേക്കും അശാസ്ത്രീയമായ മാർഗത്തിലേക്കും പോകാതെ ശാസ്ത്രത്തെ ആശ്രയിക്കുന്ന കൃത്യമായ രൂപം രാഷ്ട്രീയമായി തന്നെ രൂപപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. ഈ സൈക്ലോണുകളുടെയൊക്കെ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത്. ഒപ്പം ശാസ്ത്രബോധത്തോടു കൂടി മുൻകരുതലുകൾ എടുക്കാൻ പ്രാപ്തമായ ഒരു ശാസ്ത്ര പക്വതയും മനുഷ്യൻ ആവർത്തിക്കേണ്ടതിൻ്റെ അവസരം കൂടിയാണ് ഇത് എന്നതാണ് ഈ ചർച്ചയിൽ രൂപപ്പെട്ടത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർ തീർച്ചയായും ഒരുപക്ഷെ ശക്തി ഇനി കുറഞ്ഞ് ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് വർധയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയുടെ തീരങ്ങളിലേക്ക് കടക്കുന്നു. പക്ഷെ ഉണ്ടാക്കിയ നാശനഷ്ടം എന്നത് ഒരു പരിധിവരെ മുൻകരുതൽ കൊണ്ട് ഒഴിവാക്കാനായെങ്കിലും വലിയ കരുതലുകൾ ഇനിയും വേണ്ടി വരുന്നു. അത്തരത്തിലൊരു വലിയ ഭാരിച്ച മല കൂടി അതിൻ്റെ മുൻപിലുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ കൂടി കൈമാറാനുള്ളത്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.